എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ 20 ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. ആദ്യത്തെ ചോദ്യം 2.77 അങ്ങനെ തുടർന്നു പോകുന്നതിൻ്റെ ഭിന്നസംഖ്യാരൂപം എന്തെന്നാണ് ചോദിച്ചത്. എന്താ ചോദ്യം എന്തായിരുന്നു? 2.777 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിനൊരു അവസാനമില്ല. അതിൻ്റെ ഭിന്നസംഖ്യാരൂപം ഏതാണെന്നാണ് ചോദിച്ചത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് 0.777 എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്താൽ മതി. 7 തുടർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് 7/9 എന്ന് എഴുതിയാൽ മതി എന്ന് നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 0.888 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ 8/9 എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. 0.222 അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? 2/9 എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 2.777 ആണ് പൂണ്. അപ്പോൾ നമുക്ക് എന്താ ഇതിലേതെങ്കിലും ഉപയോഗിച്ചിട്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വന്നോ? അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കണം 2.77 എന്ന് പറഞ്ഞാൽ 2 കൂട്ടണം 0.777 ആണല്ലോ. മനസ്സിലായോ? 2.777 അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 2 കൂട്ടണം 0.777 അങ്ങനെ തുടർന്നു പോകുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 കൂട്ടണം എന്ത് 0.777 എന്നെങ്ങനെ എഴുതാം? 7/9 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? 7/9 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കറിയാം എന്ത് 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. അപ്പോൾ ഇനി എന്ത് ചെയ്തായി? ഭിന്നസംഖ്യകൾ കൂട്ടാൻ എന്ത് ചെയ്താൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തായി നേരെ ഗുണിക്കുകയാണ്. 2 × 9 18. ഇനി 1 × 7 എത്രയാ? +7 അല്ലേ? ഈ പ്ലസ് എന്താ? ഈ പ്ലസ് ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ 1 × 9 എത്രയാ? 9. അപ്പോൾ എത്രയാ? 18ഉം 7ഉം കൂട്ടിയാൽ എത്രയാ? 25 ഡിവൈഡഡ് ബൈ 9. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി വേറൊരു ചോദ്യം നോക്ക്. 1.222 അങ്ങനെ തുടർന്നു പോകുന്ന സംഖ്യ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിനെങ്ങനെ ചെയ്യാം? 1 കൂട്ടണം 0.222 അങ്ങനെ പോകുന്നതാണ്. നമുക്കറിയാം 0.222 എന്ന് പറഞ്ഞാൽ എന്താ? 2/9 ആണ്. അപ്പം എങ്ങനെ എഴുതാം? 1 കൂട്ടണം 2/9. നമുക്കിത് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? താഴെ ഒന്നിടാൻ വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഏത് സംഖ്യേനെ ഒന്നുകൊണ്ട് ഹരിച്ചാൽ ആ സംഖ്യ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യും? നേരിട്ട് ക്രോസ് ചെയ്യും. 9 പ്ലസ് ഇത് നേരെ ക്രോസ് ചെയ്താൽ 2, അതായത് 1 × 2 2. താഴെ എന്ത് ചെയ്യും? ഇനി 1 × 9 ചെയ്താൽ 9. നമുക്ക് എത്ര കിട്ടുക? 11/9. മനസ്സിലായല്ലോ? കണ്ടുപിടിച്ച് മനസ്സിലായല്ലോ? 2 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തല്ലോ ഇപ്പോൾ. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 87% 72% തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ, ഒരു സംഖ്യയുടെ 87% 72% തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യ എത്ര എന്നാ ചോദിച്ചിട്ടുള്ളത്. കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 87% 72% തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? 60. അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എടുക്കണ്ടേ? 87ഉം 72ഉം എത്രയാണ് വ്യത്യാസം? 87 72 പോയാൽ 15% എന്ന് പറയുന്നത് എന്താണ്? 60 ആണ്. 15% എന്ന് പറയുന്നത് 60 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 100% എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്താ കണ്ടുപിടിച്ചത്? നമ്മൾ ആദ്യം ഇവയുടെ വ്യത്യാസം 60 ആണെന്ന് പറഞ്ഞാൽ 87ഉം 72ഉം തമ്മിലുള്ള വ്യത്യാസം 60 ആണെങ്കിൽ 87% നിന്ന് 72% കുറച്ച് 15% 60 ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100% എത്രയാണ് എന്നാണ് ചോദ്യം. 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ 15%-ന് എന്ത് ചെയ്യാം? അത് നമ്മൾ 1% ആക്കുന്നു, എന്നിട്ട് അതിനെ 100 കൊണ്ട് ഗുണിക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ഒരു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചില്ലേ? ആ മെത്തേഡ് ചെയ്തൂടെ? നോക്ക്. 15% 60 ആണ്. 100% എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? ആ സംഖ്യ ഗുണിക്കണം 100 അല്ലേ? ഇത് ക്രോസ് ചെയ്യില്ലേ? ഇത് നേരെ ക്രോസ് ചെയ്യില്ലേ? എത്രയാണ്? 60 ഗുണിക്കണം എന്ത്? 100 ഹരിക്കണം എന്ത്? 15% ഗുണിക്കണം ആ സംഖ്യ. അത് വേണ്ട, ആ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? 15%. 15 എന്താണ് നമ്മൾ എഴുതിയത്? 15% 60 ആണ് എന്ന് തന്നിട്ടുണ്ട്. 100% നമ്മൾക്ക് വേണ്ടത്.
വേണ്ടത് അല്ലേ? 100% നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കണം. 100 ഗുണിക്കണം 60 അല്ലെങ്കിൽ 60 ഗുണിക്കണം 100 എന്നെഴുതിയല്ലോ. നേരെ ക്രോസ് ചെയ്യുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ ഏത്? ഈ സംഖ്യ എത്രയാ? 15. എത്രയാ വെട്ടിയാൽ കിട്ടുക? 60നെ 15 കൊണ്ട് ഹരിച്ചാൽ 4 എന്ന് കിട്ടും. 4 × 100 400 എന്ത്? നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഒരു ഗ്രാമത്തിലെ 70% ആളുകൾ ഫുട്ബോൾ കളിക്കുന്നവരാണ്. 20% ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്നവരാണ്. 10% ആളുകൾ ഇവ രണ്ടും കളിക്കുന്നവരാണ് എങ്കിൽ രണ്ടും കളിക്കാത്തവർ എത്ര ശതമാനം? വെൻ ഡയഗ്രാം വെച്ചിട്ട് ചെയ്യാലോ. നോക്കിക്കോ. ഇതെന്താ? ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ, ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ. ആദ്യം ഫുട്ബോൾ അല്ലേ പറഞ്ഞത്? ഫുട്ബോൾ കളിക്കുന്ന എത്ര? 70% ആൾക്കാരാണ്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ മിക്സ് ആയിട്ടും ആൾക്കാരുണ്ട്. അപ്പോൾ അത് രണ്ടും വരച്ചു. ഫുട്ബോൾ ആദ്യം, രണ്ടാമത്തത് ക്രിക്കറ്റ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? ഈ വട്ടം ഫുട്ബോൾ, ഫസ്റ്റ് വരച്ചത് ഫുട്ബോൾ, രണ്ടാമത്തെ ക്രിക്കറ്റ്. ഇനി എന്താ പറഞ്ഞത്? ആദ്യം ഞാൻ എന്തെഴുതാനാണ് പറഞ്ഞത്? മിക്സ് ആയിട്ടുള്ളത് എത്രയാണ് അത് ആദ്യം എഴുതണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. 10% ആളുകൾ രണ്ടും കളിക്കുന്നവരാണെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പം നടുക്ക് എന്തായിരിക്കും? 10 ആയിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? എന്താ പറഞ്ഞത്? 10% ആളുകൾ രണ്ടും കളിക്കുന്നവരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തെഴുതി? നടുക്ക് 10% എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഇനി എന്താ പറഞ്ഞത്? 70% ആളുകൾ ഫുട്ബോൾ കളിക്കുന്നവരാണ്. 70% ആളുകൾ ഫുട്ബോൾ കളിക്കുന്നവരാണ്. ഈ മൊത്തം വട്ടം എത്രയാ? 70 ആണ്. ഇവിടെ ഒരു 10 പോയില്ലേ? അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 60 ആയിരിക്കും ആ വട്ടമില്ലാത്ത ഭാഗം. ഇവിടെ ഒരു 10 പോയല്ലോ, ബാക്കി എത്ര? 60. അത് അതേപോലെ എഴുതി. ഓക്കെ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നോക്ക്, 20% ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്നവരാണ്. ഈ റൗണ്ട് എത്ര? 20 മൊത്തത്തിൽ. ഇപ്പോൾ ഇവിടെ ഒരു 10 ഇല്ലേ? അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 10 കൂടിയേ ഉണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യും? ഇത് 3 നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് കൂട്ടും. ഇത് 3 നമ്മൾ കൂട്ടിയാൽ എന്ത് കിട്ടും? മൊത്തത്തിൽ 2 കളിയും കളിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന്, അതായത് 2 കളിയിൽ ഏതെങ്കിലും ഒരു കളി കളിക്കുന്ന ആൾക്കാർ എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിനൊക്കെപ്പാടെ കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര കിട്ടുക? 60 + 10 70, 70 + 10 എത്രയാ? 80 എന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കുക എന്താണ് മൊത്തം ആകെ എത്ര ആളുകൾ ഉണ്ടാവും? ആകെ എത്ര ഉണ്ടാവും? ശതമാനത്തിൽ പറയുമ്പോൾ ആകെ എത്ര പേരുണ്ടാവും? 100% അല്ലേ മൊത്തം എന്ന് പറയുന്നത്? ആകെ എന്ന് പറയുന്നത് അല്ലെ മൊത്തത്തിൽ എത്ര പേരുണ്ടാവും? 100% ആൾക്കാരല്ലേ? അതിൽ 80% ആൾക്കാരാണ് എന്ത് ഇതിലെന്തേലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കളിയും കളിക്കാത്ത 2 കളിയും കളിക്കാത്തവർ എത്ര പേരുണ്ടാവും എന്ന് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്തായി? ഇതിൽ നിന്ന് ആ കണ്ടുപിടിച്ച 80 കുറച്ചാൽ മതി. അപ്പോൾ 0, 2, 20 ആയിരിക്കും. 20% നമ്മുടെ ഉത്തരം. ഒരു തവണ കൂടി പറയുകയാണ്, മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒരു തവണ കൂടി പറയുന്നുണ്ട്. എന്താ നമ്മൾ പറഞ്ഞത്? ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വെൻ ഡയഗ്രാം വരച്ചു. എന്നിട്ട് എന്തെഴുതി? ആദ്യം രണ്ടും കൂടി കളിക്കുന്നത് എത്ര പേരാന്ന് നോക്കി. അത് എത്രയാ? 10%. ഇനി നമ്മൾ എന്ത് നോക്കി? ഫുട്ബോൾ കളിക്കുന്നത്, ഇത് ഫുട്ബോളാണ്, ആദ്യത്തെ ഫുട്ബോൾ ആണെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നത് എത്ര? 70%. ഈ മൊത്തത്തിലൊരു വട്ടം 70%. ഇവിടെ 10 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 60% അല്ലേ? ഇനി നോക്ക്, ഇത് മൊത്തത്തിൽ 20 ആണ്. ഇവിടെ അപ്പോൾ എത്ര ഉണ്ടാവും? 10 അല്ലേ ഉണ്ടാവുള്ളൂ? 10 10 20. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ വട്ടത്തിനുള്ള എത്ര പേരുണ്ട്? 60ഉം 10ഉം 70ഉം 10ഉം 80% ആൾക്കാർ മൊത്തം ഈ വട്ടത്തിൻ്റെ അകത്തുണ്ട്. ഈ വട്ടത്തിൻ്റെ പുറത്ത് എത്ര ശതമാനം ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി. അതാണ് കണക്ക്. അപ്പം മൊത്തത്തിൽ 100% ആൾക്കാരാണ്. കളിക്കുന്നത് 80% ആൾക്കാരാണ്. അപ്പോൾ ഉത്തരം എത്രയായിരിക്കും? 100ന് 80% കുറച്ച് 20% ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല? ഒന്നും ചെയ്യാതെ വെറുതെ നിൽക്കുന്നുണ്ട്. ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവിടെ വെറുതെ നിൽക്കുന്ന ആൾക്കാരാണ് അവർ. മനസ്സിലായല്ലോ? സിമ്പിൾ ചോദ്യമാണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം: ഒരാൾ 2 വാച്ചുകൾ 2000 രൂപയ്ക്ക് വീതം വാങ്ങി. ആദ്യത്തേത് 10% ലാഭത്തിലും രണ്ടാമത്തേത് 10% നഷ്ടത്തിലും വിറ്റാൽ അയാൾക്കുള്ള ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്ര ശതമാനം? ഇതേ മോഡൽ വേറൊരു ചോദ്യമുണ്ട്, അതും ഇതും കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ഒരാൾ 2 വാച്ചുകൾ 2000 രൂപയ്ക്ക് വീതം വാങ്ങി. ഓക്കെ, ഇത് ഞാൻ പിന്നെ വരാം, ഇതിലേക്ക് ഞാൻ വരാം. അപ്പോൾ നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും? 2000 എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ വാങ്ങിയ വിലയല്ലേ. അപ്പോൾ അതെന്താണ്? വാങ്ങിയ വില എപ്പോഴും എന്തായിട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? 100% എടുക്കാനാണല്ലോ പറഞ്ഞിട്ടുള്ളത്. 100% എത്രയാണ്? 2000 ആണ്. 100%
2000 ആണ്. ഓക്കെ ആണല്ലോ? 100% 2000 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫസ്റ്റത്തെ കേസ് ലാഭത്തിൻ്റെ കേസ് എടുക്കാം. എന്താണ് ഇപ്പോൾ ആദ്യം 10% ലാഭത്തിന് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ലാഭത്തിന് കൊടുത്താൽ എത്രയായിരിക്കും വിറ്റ് വില? 110% ആയിരിക്കുമല്ലോ. 10% ലാഭം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്താൽ മതി? 100ൻ്റെ കൂടെ 10 കൂട്ടിയാൽ മതി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ് 110%? അത് എത്രയാണ്? അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഇതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് നേരെ ഗുണിക്കുന്നു, ഇത് നേരെ ഗുണിക്കുന്നു അല്ലേ? ഇത് നേരെ ഗുണിച്ചതിനെ ഇതുകൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എത്രയാ? 2000 ഗുണിക്കണം 110 ഹരിക്കണം എത്രയാ? 100. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യും? ഈ 2 0 പോയി, ഈ 2 0 പോയി. ബാലൻസ് എത്രയുള്ളത്? 20 ഗുണിക്കണം 110 ഗുണിച്ചു കഴിഞ്ഞാൽ 2200 കിട്ടും. 2200 കിട്ടും. ഓക്കെ ആണല്ലോ? ഇത് മനസ്സിലായല്ലോ? ഇതെന്താ? 10% ലാഭത്തിന് കൊടുക്കുന്ന വിലയാണ് എന്ത്? 2200. ഇനി ഇവിടെ നോക്ക്, നഷ്ടത്തിന് കൊടുക്കുന്ന കേസ് നോക്കാം. 100% അവിടെയും, അതായത് വാങ്ങിയ വില എന്ന് പറയുന്നത് അവിടെ എന്ത് തന്നെയാണ്? 2000 രൂപ തന്നെയാണ്. ഇനി എന്താണ് ചോദ്യം? എന്താ രണ്ടാമത്തത്? എത്രയാ? 10% നഷ്ടത്തിലാണ് വിറ്റ്. നഷ്ടത്തിലാവുമ്പോൾ എത്ര ശതമാനം വിറ്റ് വില? 90% എന്താ? 10% നഷ്ടത്തിലാണ്. അതെത്രയാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? നേരെ ഇത് ക്രോസ് ചെയ്യും, ഇത് നേരെ ക്രോസ് ചെയ്യും. അപ്പോൾ എത്രയാ? 90 ഗുണിക്കണം 2000 അല്ലെ 2000 ഗുണിക്കണം 90 ഡിവൈഡഡ് ബൈ 100. ഓക്കെ ആണല്ലോ? എഴുതി കറക്റ്റ് ആണല്ലോ? ഈ 2 0 പോയി, ഈ 2 0 പോയി. ഈ 18 1800 ആണ് എന്ത്? നഷ്ടത്തിലാണ് വിൽക്കുന്നതെങ്കിൽ വില. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്രയാ? 2200ഉം 1800ഉം കൂട്ടിയാൽ എത്രയാ? 4000 ആണല്ലോ? 4000 ആണല്ലോ? അത് തന്നെയല്ലേ 2 വാച്ചുകളുടെ വാങ്ങിയ വില? 2 വാച്ചും കൂടി വാങ്ങിയ വില എത്രയാണ്? 4000 തന്നെയല്ലേ? 2000 ഒരു വാച്ചിന്, 2000 ഒരു വാച്ചിന്. അപ്പോൾ 4000ത്തിന് വാങ്ങി 4000ത്തിന് തന്നെ വിറ്റു. അപ്പോൾ എന്താണ് ഇവിടെ? ലാഭവുമില്ല നഷ്ടവുമില്ല. കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ? കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് ഇതൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ ചോദ്യത്തിൽ ഒരാൾ 2 വാച്ചുകൾ 2000 രൂപയ്ക്ക് വീതം വാങ്ങി. ആദ്യം ചോദ്യത്തിൽ വാങ്ങി എന്നാണെങ്കിൽ, ആദ്യം ചോദ്യത്തിൽ വാങ്ങിയ വിലയാണ് നമ്മളോട് പറയുന്നതെങ്കിൽ, വാങ്ങിയ വിലയാണ് ചോദ്യത്തിൽ പറയുന്നതെങ്കിൽ പിന്നീട് എന്താണ്? 10% ലാഭത്തിലും 10% നഷ്ടത്തിലും വിറ്റു. അതായത് ഒരു സാധനം ആദ്യം എന്ത് ചെയ്തു? വാങ്ങി എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? അത് 10% ലാഭത്തിലും രണ്ടാമത്തേത് 10% നഷ്ടത്തിലും വിറ്റു. അല്ലെ 20% ലാഭത്തിൽ 20% നഷ്ടത്തിലും വിറ്റു. അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരേ ശതമാനം ഉയർത്തി ഒരേ ശതമാനം താഴ്ത്തിയും വിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ഉത്തരം? ലാഭവുമില്ല നഷ്ടവുമില്ല എന്നുള്ളതായിരിക്കും ഉത്തരം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? പക്ഷേ ഇതിൻ്റെ അതേ മോഡലിൽ വേറൊരു ചോദ്യം ചോദിക്കും. അതേ മോഡലിൽ എന്തായിരിക്കും ചോദ്യം എന്നറിയോ? നേരെ പറയും, ഒരാൾ 2 വാച്ചുകൾ 2000 രൂപയ്ക്ക് വീതം വിറ്റു എന്ന് തരും. ചോദ്യത്തിൽ എന്തായിരിക്കും? ഒരാൾ 2 വാച്ചുകൾ 2000 രൂപയ്ക്ക് വിറ്റു എന്ന് വരും. മനസ്സിലായോ? 2000 രൂപയ്ക്ക് വീതം വിറ്റു എന്ന് വരും. അപ്പം എന്തായി? ഇതുപോലെ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്നുള്ളതല്ല വരിക. ആ കേസിൽ A²/100 എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 10, ഇവിടെ 10% ആയതുകൊണ്ട് 10 ആയിരിക്കും എ എന്ന് പറയുന്നത്. അപ്പോൾ 100² 100 നഷ്ടമായിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്തായിരുന്നു? വാങ്ങി എന്നാണ്. നേരെ എന്താണ് ചോദ്യം? ഒരാൾ 2 വാച്ചുകൾ 2000 രൂപയ്ക്ക് വീതം വാങ്ങി എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞു വെച്ചാൽ, ചോദ്യം ഇനി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ എന്തെഴുതിയാൽ മതി? ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. എന്താണെങ്കിൽ ഒരേ ശതമാനം ലാഭത്തിലും ഒരേ ശതമാനം നഷ്ടത്തിലും ആയിരിക്കണം. ലാഭനഷ്ടം സെയിം ശതമാനമായിരിക്കണം. ഫസ്റ്റ് എന്തായിരിക്കണം? ഒരാൾ 2 വാച്ചുകൾ 2000 രൂപയ്ക്ക് വീതം വാങ്ങി എന്ന് പറയണം. ഓക്കെ ആണല്ലോ? മറ്റേ കേസ് എന്താ? നമ്മുടെ ഇക്വേഷൻ വരുന്ന കേസ് എന്താ? വിറ്റു എന്ന് വരുമ്പോൾ മാത്രമാണ് അവിടെ നഷ്ടം സംഭവിക്കുന്നത്. ഓക്കെ ആണല്ലോ? തുടക്കത്തിൽ വിറ്റു, അതായത് ഒരാൾ 2 വാച്ചുകൾ 2000 രൂപയ്ക്ക്. ഈ ചോദ്യം അങ്ങനെ ചെയ്ത് നോക്കാം. ആ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ചോദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഇതിന് മറക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് പറയാം. ഒരാൾ 2 വാച്ചുകൾ 2000 രൂപയ്ക്ക് വീതം വിറ്റു. ആദ്യത്തേത് 10% ലാഭത്തിലും രണ്ടാമത്തേത് 10% നഷ്ടത്തിലുമാണ് വിറ്റത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും?
നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? a²/100 അതെന്തായിരിക്കും? നഷ്ടമായിരിക്കും. ആ കേസിൽ, ഏത് കേസിൽ? വിറ്റു എന്ന് പറഞ്ഞിട്ടുള്ള കേസിൽ. അപ്പം എത്രയാണ്? 10 ഇവിടെ എ. എത്ര ശതമാനമാണ്? 10 ഇവിടെ എ. ഡിവൈഡഡ് 10²/100. 10²/100 എത്രയാണ്? 100/100 അല്ലേ? അത് എത്രയാണ്? 1% നഷ്ടമായിരിക്കും. എല്ലായ്പ്പോഴും അത് നഷ്ടമായിരിക്കും. പക്ഷെ ഇവിടുത്തെ കേസ് എന്തായിരുന്നു? ഒരാൾ 2 വാച്ചുകൾ 2000 രൂപയ്ക്ക് വീതം വാങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പം എന്താണ് അവിടെ വരിക? ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ 29 കുട്ടികളുടെ ശരാശരി വയസ്സ് 14. ടീച്ചറുടെ വയസ്സ് കൂടി കൂട്ടിയപ്പോൾ ശരാശരി 1 കൂടി. ടീച്ചറുടെ വയസ്സ് എത്ര? സാധാരണ നമ്മൾ ചെയ്യുന്ന ചോദ്യമാണ് അല്ലേ? 29 കുട്ടികളുടെ ശരാശരി വയസ്സ് 14 ടീച്ചറുടെ വയസ്സ് കൂടി കൂട്ടിയപ്പോൾ ശരാശരി 1 കൂടി. ടീച്ചറുടെ വയസ്സ് കൂടി കൂട്ടിയപ്പോൾ ശരാശരി 1 കൂടി. അപ്പോൾ ടീച്ചറുടെ എണ്ണം കൂടിയും കൂട്ടണ്ടേ? ടീച്ചറുടെ എണ്ണം എത്രയാണ്? ടീച്ചറുടെ എണ്ണം എത്രയായിരിക്കും? അപ്പോൾ കൂട്ടുമ്പോൾ 30 അല്ലേ? ഒരാളല്ലേ കൂടുന്നത്? അതെത്രയായി എന്നാണ് പറയുന്നത്? അതെത്രയായി? 1 കൂടി ശരാശരി. അതെത്രയാ? 15. അതായത് എണ്ണം ശരാശരി അല്ലേ? എണ്ണം ശരാശരി. ഫസ്റ്റ് എന്താ പറഞ്ഞത്? 29 കുട്ടികളുടെ ശരാശരി വയസ്സ് 14. അത് നമ്മൾ എഴുതി. അതേമാതിരി എന്താണ്? ടീച്ചറും കൂടി കൂട്ടുമ്പോൾ എണ്ണം എത്രയായി? 30 പേരായി. ശരാശരി 1 കൂടി. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഇങ്ങനെ എഴുതാൻ അറിയാലോ? ഇത് നമുക്ക് ചെയ്യാൻ അറിയുന്നതാണ് അല്ലേ? ഇനി എന്താ? ഇവിടുത്തെ വ്യത്യാസം എത്രയാ? +1. ഇവിടുത്തെ വ്യത്യാസം എത്രയാ? +1. ഇനി എന്താ നമ്മൾ ചെയ്യാറ്? നേരെ ഇതിനെടുത്തിട്ട് എന്ത് ചെയ്യും? ഈ 15നെ കൊണ്ട് ഗുണിക്കും. ഈ 1നെ എന്ത് ചെയ്യും? ഈ 29നെ കൊണ്ട് ഗുണിക്കും അല്ലേ? നമ്മളതല്ലേ ചെയ്യല്? ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ ഗുണിക്കും അല്ലേ? അപ്പം എന്ത് ചെയ്യും? 1 ഗുണിക്കണം 15. 15 എത്ര? 29 ഗുണിക്കണം 1. അതേ 1 ഗുണിക്കണം 29 എത്രയാ? 29. ഇതെന്ത് ചെയ്യും? രണ്ടും കൂടിയും കൂട്ടും. ഇത് കണ്ടുപിടിച്ചിട്ട് ആ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടും. എത്ര ഉത്തരം കിട്ടുക? 29ഉം 15ഉം 39. 44 ആയിരിക്കും എന്ത്? ടീച്ചറുടെ വയസ്സ് എന്ന് പറയുന്നത്. എന്താണ് ആദ്യം ചെയ്തത്? 29 എണ്ണായിരുന്നു ആദ്യം. അതെത്രയായിരുന്നു? 14 ആയിരുന്നു ശരാശരി. പിന്നീട് ടീച്ചർ എണ്ണം കൂടി കൂട്ടുമ്പോൾ 30 ആവും. ശരാശരി 1 കൂടി എന്ന് പറഞ്ഞാൽ 15. എന്നിട്ട് ഇതിൻ്റെ വ്യത്യാസം എടുക്കും. ഇവിടെ +1 ആണ്, ഇവിടെയും +1 ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുന്നു 15. ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുന്നു +29. എല്ലാ കേസിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ 44 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരാൾ 40 km/h വേഗത്തിൽ 4 മണിക്കൂർ കൊണ്ട് എയിൽ നിന്നും ബിയിലേക്കും 30 km/h വേഗത്തിൽ 4 മണിക്കൂർ കൊണ്ട് ബിയിൽ നിന്ന് സിയിലേക്കും 50 km/h വേഗത്തിൽ 2 മണിക്കൂർ കൊണ്ട് സിയിൽ നിന്ന് ഡിയിലേക്കും സഞ്ചരിച്ചാൽ ആകെ യാത്രയുടെ ശരാശരി വേഗത എത്ര? ശരാശരി വേഗത എത്ര? വേഗത കാണാൻ നമ്മൾ എന്ത് ചെയ്യും? വേഗത കാണാൻ എന്താ നമ്മൾ ചെയ്യുക? ദൂരം ബൈ സമയമാണല്ലോ വേഗത. ദൂരം ബൈ സമയമാണല്ലോ വേഗത. ദൂരം തന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലൊരു കൺഫ്യൂഷൻ വരും. നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, 2xy / x + y എന്നുള്ള പോലത്തെ ഇക്വേഷൻ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതിയോ എന്ന് വിചാരിക്കും. ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? തുല്യ ദൂരങ്ങളല്ല പോകുന്നത് അല്ലേ? അപ്പം അങ്ങനത്തെ ഇക്വേഷൻ ഒന്നും ഇതിൽ വരില്ല. അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർ മാത്സ് ആണ് കേട്ടോ. സാധാരണ മാതിരി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ദൂരം അറിയില്ല. അപ്പോൾ ദൂരം കാണാൻ എന്ത് ചെയ്യും? ആദ്യം നോക്ക്, 40 km/h എത്രയാ? 4 മണിക്കൂറുണ്ട്. അതായത് 40 km/h വേഗത്തിൽ 4 മണിക്കൂർ കൊണ്ടുപോയി എന്ന് ബിയിലേക്ക്. ഓക്കെ ആണല്ലോ? എയിൽ നിന്ന് ബിയിലേക്ക് എത്ര പോയത്? 40 km/h വേഗത്തിൽ 4 മണിക്കൂർ കൊണ്ട് എത്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൂരം എത്രയാ? എന്ന് ബിയിലേക്കുള്ള ദൂരം എത്രയെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 40 ഗുണിക്കണം 4 ചെയ്താൽ മതിയല്ലോ. 40 ഗുണിക്കണം 4 ചെയ്താൽ മതിയല്ലോ. എന്തുകൊണ്ടാ? 40 എന്താ? വേഗതയാണ്. 4 എന്താ? സമയമാണ്. ദൂരം കാണാൻ എന്താ ചെയ്യുക? വേഗത ഗുണിക്കണം സമയമാണല്ലോ. എന്ത്? ദൂരം എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ? അപ്പം എന്ത് കിട്ടി? 40 ഗുണിക്കണം 4 എഴുതാലോ. അല്ലെങ്കിൽ തന്നെ നിങ്ങളിത് നോക്ക്, 40 km/h എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 1 മണിക്കൂറിൽ 40 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 മണിക്കൂറിൽ എത്ര പോകുന്നു ചോദിച്ചാൽ എന്ത് പറയാം? 1 മണിക്കൂറിൽ 40 പോണ ആൾ 4 മണിക്കൂറിൽ എത്ര പോകുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 40നെ 4 കൊണ്ട് ഗുണിച്ചാൽ പോരെ? എത്ര കിട്ടുക?
160 എന്ന് കിട്ടും. 40 ഗുണിക്കണം 4 160 കിലോമീറ്റർ എന്ന് കിട്ടും. ഇനി നോക്ക്, ബിയിൽ നിന്ന് സിയിലേക്ക് അല്ലേ, അതല്ലേ പറഞ്ഞത്? ബിയിൽ നിന്ന് സിയിലേക്ക് എത്ര വേഗത? 30 കിലോമീറ്റർ വേഗത. എത്രയാ സമയം പോയത്? 4 മണിക്കൂറാണ് പോയത്. അപ്പോൾ അതെത്രയാ? 30 × 4 120. ഇനി നോക്ക്, സിയിൽ നിന്ന് ഡിയിലേക്ക് എന്താ ചെയ്തത്? സിയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ദൂരമാണ്, ഇതൊക്കെ ദൂരങ്ങളാണ്. ദൂരമാണ് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ദൂരം പറയുന്ന നോക്ക്, സിയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരം എത്രയാ? 50 km/h വേഗതയിൽ 2 മണിക്കൂറാണ് പോയത്. എത്രയാണ് അപ്പോൾ ദൂരം? 100 ആണ്. അപ്പോൾ ആകെ ദൂരം എത്രയായിരിക്കും? ആകെ ദൂരം എത്രയായിരിക്കും ട്രാവൽ ചെയ്തത്? 160 കൂട്ടണം 120 കൂട്ടണം 100 ആയിരിക്കും. ഡിവൈഡഡ് ബൈ സമയം. എത്ര സമയം പോയി? ഒരു 4 ഇവിടെ പോയി, പിന്നെന്താ അടുത്ത 4, പിന്നെ ഒരു 2. ടോട്ടൽ അപ്പോൾ എത്ര പോയി? 4 + 2. അപ്പോൾ നോക്ക്, 160 120 കൂട്ടിയാൽ എത്രയാ? 280. 280ഉം 100ഉം എത്രയാ? 380. ഡിവൈഡഡ് ബൈ 4 + 4 + 2 എത്രയാ? 10. 380 കിലോമീറ്റർ ഹരിക്കണം 10 മണിക്കൂർ. എത്ര ചെയ്യാ? 2 0 വെട്ടിപ്പോയി. ഉത്തരം 38 km/h ആണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി. നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ദൂരം ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ഈ പ്രോബ്ലത്തിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 40 km/h വേഗതയിൽ 4 മണിക്കൂർ സഞ്ചരിച്ചാൽ എത്ര ദൂരം കാണാൻ എന്ത് ചെയ്താൽ മതി? അത് രണ്ടും നേരിട്ട് ഗുണിച്ചാൽ മതി. അതുപോലെ 30 km/h വേഗതയിൽ 4 മണിക്കൂർ സഞ്ചരിച്ചാൽ എത്ര ദൂരം എന്നറിയാൻ അത് എന്ത് ചെയ്താൽ മതി? 30നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 50 km/h വേഗത്തിൽ 2 മണിക്കൂർ ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 50നെ 2 കൊണ്ട് ഗുണിച്ചാൽ ആ ദൂരം കിട്ടും. ഇത് 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 380 എന്ന് കിട്ടി. അതാണ് ആകെ സഞ്ചരിച്ച ദൂരം. എന്നിട്ട് എന്ത് ചെയ്തു? നമുക്ക് സമയം വേണ്ടേ? ആകെ സമയം വേണ്ടേ? ആകെ സമയം എത്രയാണ്? ടോട്ടൽ സമയം എത്രയാണ്? ആ 3 സമയങ്ങളും, അതായത് 4 മണിക്കൂർ ആദ്യം പോയി, പിന്നെ 4 മണിക്കൂർ പോയി, പിന്നെ 2 മണിക്കൂർ എടുത്തു. അപ്പോൾ അതിൽ 3ഉം കൂട്ടി എത്രയാ? 10. അത് ചെയ്താൽ നമ്മുടെ ഉത്തരമായി 38 km/h ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഒറ്റയാൻ ആര് എന്നാണ് ചോദിച്ചിരിക്കണേ. എന്താ ചോദ്യം? ഒറ്റയാൻ ആര് എന്നാണ് ചോദിച്ചിരിക്കണേ. പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല അല്ലേ? പക്ഷെ എന്നാലും നമുക്കറിയാം എന്താണ്? 700 ആണ് ഉത്തരം. കാരണം 100 എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയറാ, 400 എന്ന് പറഞ്ഞാൽ 20ന്റെ സ്ക്വയറാ, 900 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30ന്റെ സ്ക്വയറാ. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. മറ്റതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാണ്. അവരുടെ വയസ്സുകളുടെ തുക 60 ആയാൽ അച്ഛൻ്റെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചേക്കണേ. നമ്മളപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ഇതൊന്ന് എഴുതാറുണ്ട് അല്ലേ? അച്ഛൻ, അതുപോലെ എന്താണ് മകൻ, ഇങ്ങനെ ഒന്ന് എഴുതും. എന്നിട്ട് ഇങ്ങനെ വരച്ചൊക്കെ വെക്കും ആദ്യം. എന്നിട്ട് എന്ത് എഴുതി? അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മളെങ്ങനെ എഴുതണം? 5:1 എന്നുള്ള രീതിയിൽ എഴുതണം. എന്താ പറഞ്ഞത്? തുക 60 എന്നാണ് പറഞ്ഞത്. തുക 60 എന്നാണ് പറഞ്ഞത് അല്ലേ? തുക 60 ആണെന്നാണ് പറഞ്ഞത് അല്ലേ? ഇവരുടെ വയസ്സുകളുടെ തുക 60 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ വയസ്സുകളുടെ തുക 60 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ രണ്ടിനെയും കൂട്ടാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തുകയാണെങ്കിൽ കൂട്ടാനാണ്, വ്യത്യാസമാണെങ്കിൽ കുറയ്ക്കാനാണ്, അത് നമുക്കറിയാലോ. അപ്പം എന്ത് ചെയ്തു? ഇത് രണ്ടും കൂട്ടുക. എത്ര കിട്ടുക? 6. ആ 6 കൊണ്ട് ഈ 60നെ ഹരിക്കുക. ഈ 5 + 1 6 ആ 6 കൊണ്ട് എന്ത് ചെയ്യുക? ഈ 60നെ ഹരിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 10 എന്ന ഒരു സംഖ്യ കിട്ടി. 10 എന്ന ഒരു സംഖ്യ കിട്ടി. ആ 10 കൊണ്ട് ഇവിടെ 5നെയും ഇവിടെ 1നെയും ഗുണിച്ചാൽ അവരുടെ വയസ്സുകൾ കിട്ടും. അപ്പോൾ നോക്ക് നമുക്ക് എന്താ വേണ്ടത്? അച്ഛൻ്റെ വയസ്സാണ്. അച്ഛൻ്റെ വയസ്സ് എത്രയാ? 10 × 5 50 ആണ്. മകൻ്റെ ആണെങ്കിൽ 10 ആണ്. നമ്മൾ വേണ്ടത് അച്ഛൻ്റെ വയസ്സ്. ഓപ്ഷൻ സി 50 ആണ് ഉത്തരം. സിമ്പിൾ ചോദ്യമാണല്ലോ. നമുക്കറിയാം. ഇനി തെറ്റിക്കരുത്. ഇനി ഇത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ? അച്ഛൻ മകൻ. ഇതിലെന്താ കോൺസെപ്റ്റ്? മകൻ്റെ പ്രായം അച്ഛൻ്റെ പ്രായത്തിൻ്റെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5x അച്ഛൻ്റെ പ്രായവും മകൻ്റെ പ്രായം എക്സും ആണ്, അതായത് 1x. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇത് നമുക്ക് 60 എന്ന് തന്നിട്ടുണ്ട്. 60 തരുന്ന എന്താണ്?
5x പ്ലസ് എക്സ് ആണ് എന്ത് 60. അതായത് 6x എന്ന് പറയുന്നത് 60 എങ്കിൽ എക്സ് എന്ന് പറയുന്നത് 60/6 10. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. മനസ്സിലായല്ലോ? ഇവിടെ ചെയ്തത് ഇത്രയും സ്റ്റെപ്പാണ് ഇവിടെ ചെയ്തത്. ഇനി എന്താണ്? ഈ 10നെ 5 കൊണ്ട് ഗുണിക്കുക. 5 ഗുണിക്കണം 10, 5x എന്ന് പറഞ്ഞാൽ 5 ഗുണിക്കണം 10 50. അങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം: 10 ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ടീമുകളെ പരസ്പരം കളിപ്പിച്ചാൽ ആദ്യ റൗണ്ടിൽ ആകെ എത്ര കളികൾ ഉണ്ടാകും എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥമാക്കുന്നത്? ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 10 ടീമുകളുണ്ട്. അവർ പരസ്പരം കളിക്കും. അതായത് ഒരു ടീമിനോട് ഓരോരോ ടീമിനോട് ഒരു ടീം കളിക്കും. മനസ്സിലായോ? എല്ലാ ടീമും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ ആകെ എത്ര കളികൾ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ചെയ്യാനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ കണ്ടു പരിചയം ഉണ്ടായിരിക്കും. ആകെ മാച്ചുകൾ, ആകെ കളികൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? n × n-1 ഡിവൈഡഡ് ബൈ 2. ഇതെവിടെ പഠിച്ചത്? ഹസ്തദാനങ്ങൾ പഠിച്ചു അല്ലേ? ഹസ്തദാനങ്ങളിൽ എന്താണ്? ഇതാണ് ഉപയോഗിക്കുന്നത്. n × n-1/2 ആണ്. അതുപോലെ അഖണ്ഡ സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? എത്ര കളികൾ കളിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? n × n-1/2. n എത്രയാ? ടീമുകളുടെ എണ്ണമാണ് ഇവിടെ n എന്ന് പറയുന്നത്. 10 × 10 - 1 9 ഡിവൈഡഡ് ബൈ 2. വെട്ടി ചെറുതാക്കിയാൽ 5 ഗുണിക്കണം 9 45. വെട്ടാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? 10 ഗുണിക്കണം 9 90. എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക 45. ഓക്കെ ആണല്ലോ? സിമ്പിൾ ചോദ്യമാണല്ലോ? നമുക്ക് ആകെ എന്തറിഞ്ഞാൽ മതി? ഇക്വേഷൻ അറിഞ്ഞാൽ മതി. അപ്പോൾ ഇക്വേഷൻ പഠിച്ചോ? നമ്പർ ഓഫ് മാച്ചസ്, കളികളുടെ എണ്ണം സമം n × n-1 ഡിവൈഡഡ് ബൈ 2. n എത്രയാ? എത്ര ടീമുകളാണ് കളിക്കുന്നത്? അതാണ് എന്ത് ഇവിടെ n ആയിട്ട് എടുക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 900 മീറ്റർ നീളമുള്ള ഒരു തുരങ്കം കടന്നത് 44 സെക്കൻഡ് കൊണ്ടാണ് എങ്കിൽ ട്രെയിനിൻ്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണെന്നാ ചോദിച്ചേ അല്ലേ? അപ്പം നിങ്ങൾ നോക്ക്, ചോദ്യത്തിൽ എന്താണ് നമ്മൾ കാണേണ്ടത്? വേഗതയാണ് കാണേണ്ടത്. വേഗത കാണാൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. വേഗത സമം നമ്മൾ എങ്ങനെ പഠിച്ചത്? ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് കാണാതെ പഠിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു? DST. D എന്താ? ദൂരം, ഡിസ്റ്റൻസ്. S എന്താ? സ്പീഡ്, വേഗത. T എന്താ? ടൈം, സമയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്തായിരുന്നു? സ്പീഡാണ്, വേഗതയാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം എന്താണ്? D ഇവിടെ ഉണ്ട്, ദൂരം ഇവിടെ ഉണ്ട്. ബൈ അല്ലേ? ബൈ ടൈം. എന്താണ്? സമയം. ദൂരം ബൈ സമയം. കറക്റ്റ് ആണല്ലോ? അപ്പോൾ വേഗത സമം ദൂരം ബൈ സമയം. വേഗത സമം ദൂരം ബൈ സമയം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം? ദൂരം എത്രയാണെന്ന് അറിയണം. ദൂരം എത്രയാണ്? 200 മീറ്റർ നീളമുള്ള ട്രെയിൻ, 900 മീറ്റർ നീളമുള്ള തുരങ്കം. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, മറ്റു വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എന്ത്? ദൂരങ്ങൾ തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് എത്ര ദൂരം തരുന്ന ചോദ്യത്തിൽ അതെല്ലാം എടുത്തങ്ങ് കൂട്ടിക്കോ, കുഴപ്പമില്ല കേട്ടോ. ദൂരം എന്ത് ചെയ്യണ്ട? ദൂരത്തിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വരണ്ട. കൺഫ്യൂഷൻ എവിടെ ഉണ്ടാവാൻ പാടുള്ളൂ? സ്പീഡിൻ്റെ കാര്യത്തിൽ, റിലേറ്റീവ് സ്പീഡ്, ആപേക്ഷിക വേഗതയുടെ കാര്യത്തിൽ മാത്രമേ എന്തുണ്ടാവാൻ പാടുള്ളൂ? കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ വേണ്ട കേട്ടോ. അപ്പം എന്ത് ചെയ്യും? 200 + 900 ചെയ്താൽ മതി, ദൂരം കിട്ടും. 200 + 900 എന്ത് ചെയ്താൽ മതി? അത് രണ്ടും അങ്ങ് കൂട്ടിയാൽ മതി. ഡിവൈഡഡ് ബൈ സമയം നേരെ തന്നിട്ടുണ്ട് 44 സെക്കൻഡ്. ചെയ്താൽ എത്രയാണ് കിട്ടുക? 1100 ഡിവൈഡഡ് ബൈ 44. ആണല്ലോ. ഇത് എന്തിലാ കിട്ടുക? ഇത് ചെയ്താൽ എന്തിലാ കിട്ടുക? മീറ്റർ പെർ സെക്കൻഡിലാണ് ഇത് ചെയ്താൽ കിട്ടുക അല്ലേ? എന്താ? ദൂരം 2000 + 900 മീറ്റർ ആണ്. ഇവിടെ എന്താ? സെക്കൻഡാണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്? വേഗത മണിക്കൂറിലാണ്, കിലോമീറ്റർ ആണ് അല്ലേ? കിലോമീറ്റർ പെർ ഹവറിലാണ് നമ്മളോട് ചോദിച്ചത്. ഓപ്ഷനിൽ അതാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ
18/5 കൊണ്ട് ഗുണിക്കണം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ എന്ത് ചെയ്യണം? 18/5 കൊണ്ട് ഗുണിക്കണം. ഇനി നമുക്കിത് വെട്ടിച്ചെറുതാക്കാലോ. 44 1100 വെട്ടിച്ചെറുതാക്കിയാൽ ഇവിടെ 11 കൊണ്ട് വെട്ടിയത് 4, ഇവിടെ വെട്ടിയാൽ എത്രയാ? 100. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി വെട്ടാലോ. ഇനി എന്ത് ചെയ്യാം? ഇവിടെ I4 20 അല്ലേ? അല്ലെങ്കിൽ വേണ്ട, പതുക്കെ വെട്ടാം. ഇവിടെ വെട്ടാം, 5 കൊണ്ട് വെട്ടാം. 20 ഇവിടെ എത്രയായി? 1 100നെ 5 കൊണ്ട് വെട്ടി 20. ഇനി എന്ത് ചെയ്യാം? ഈ 4 കൊണ്ട് 20നെ വെട്ടാലോ. 4 കൊണ്ട് 20നെ വെട്ടിയാൽ എത്രയാ? 4 കൊണ്ട് 20നെ വെട്ടിയാൽ 5 ആണല്ലോ. അപ്പോൾ എത്ര നമ്മുടെ ഉത്തരം? 18 × 5 90 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ ആണല്ലോ? ഇനി നിൽക്കട്ടെ, നിങ്ങൾക്ക് ഇവിടെ ചെറിയ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നോ നോക്കട്ടെ. നോക്ക്, 200 + 900/44 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1100/44 എന്ന് എഴുതിയല്ലോ. ആദ്യം ഇത് ചെയ്തോ? കൺഫ്യൂഷൻ ആണെങ്കിൽ ആദ്യം ഇത് ചെയ്തോ? ഇത് ചെയ്താൽ എത്ര വരിക? വെട്ടി ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ 4 കൊണ്ട് 11 കൊണ്ട് വെട്ടിയാൽ ഇവിടെ എത്രയായി? 100. ഇതെത്ര? അപ്പോൾ 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. വേഗത എത്രയാ? 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവർ ആക്കണ്ടേ? അതിനെന്ത് ചെയ്യും? 25 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ ഇവിടെ നിന്ന് ഗുണിച്ചാലും മതി. എന്തുകൊണ്ട് ഗുണിക്കണം? 18/5 കൊണ്ട് തന്നെ ഗുണിക്കണം. ഈ 5ഉം 25ഉം വെട്ടി 5, നമുക്ക് എത്രയാ? 90 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ? ഇനി ഇത് മറക്കില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആദ്യം കണ്ടു, എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്തു? 18/5 കൊണ്ട് ഗുണിച്ചു. സിമ്പിൾ ചോദ്യമാണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. 2 2 4 12 48 240. അടുത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കണേ. 2 2 4 12 48 240. അടുത്തത് ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നോക്ക്, ഇത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വരും. പക്ഷേ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കണ്ട. ഇതെന്താ? 2 × 1 ആണ് എന്ത്? 2 എന്ന് പറയുന്നത്. 2 × 1 ആണ് 2. ഇനി നോക്ക്, ഈ 2 × 2 ആണ് എന്ത്? 4. ഇനി നോക്ക്, 4 × 3 ആണ് എന്ത്? 12. 12 × 4 ആണ് എന്ത്? 48. 48 × 5 ആണ് 240. ഇനി അപ്പോൾ എന്തായിരിക്കും അടുത്തത്? 240 × 6 ആയിരിക്കും എന്ത്? അടുത്ത സംഖ്യ എന്ന് പറയുന്നത്. അതെത്രയാണ്? 240 × 6 എന്ന് പറയുന്നത് 1440 ആണ്. 240 × 6 1440 ആണ്. 240 × 6 നമ്മുടെ ഉത്തരം 1440. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്താണ് ഇതിൻ്റെ കാര്യം? എന്തായിരുന്നു? ആദ്യം 2നെ 1 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ 2 കിട്ടി. ഇനി 2നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 4 കിട്ടി. അപ്പോൾ ഇനി എന്ത് ചെയ്യും? 4നെ 3 കൊണ്ട് ഗുണിച്ചു, അത് കഴിഞ്ഞ് 12നെ 4 കൊണ്ട് ഗുണിച്ചു, 48നെ 5 കൊണ്ട് ഗുണിച്ചു, 240നെ 6 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 1440 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, ഒരാൾ തെക്കുദിശയിലേക്ക് 18 മീറ്റർ നടന്ന ശേഷം, അപ്പോൾ നമുക്ക് ഈ ചോദ്യം എന്ത് ചെയ്യാം? ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്താ അറിയണം? ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ദിശയെ പറ്റി ബോധം വേണം. ഇതെന്താണ്? നോർത്ത് പറഞ്ഞാൽ വടക്ക്, താഴെ തെക്ക്, ഇവിടെ കിഴക്ക്, ഇവിടെ പടിഞ്ഞാറ്. ഇതൊരു ബോധം വേണം നമുക്ക് ആദ്യം. എന്നിട്ട് നമ്മൾ വരയ്ക്കാൻ തുടങ്ങുന്നത്. അയാൾ നിൽക്കുന്ന പൊസിഷൻ ഇതാക്കുന്നത്, ഞാനിവിടെ പൊസിഷൻ ഇട്ടു. ഇനി എന്ത് പറഞ്ഞു? 18 മീറ്റർ എന്ത് ചെയ്യുന്നു? തെക്ക് ദിശയിലേക്കാണ് നടക്കുന്നത്. അപ്പോൾ താഴേക്ക് എന്ത് ചെയ്തു? 18 മീറ്റർ താഴേക്ക് നടന്നു. ഓക്കെ. ഇനി എന്താ പറഞ്ഞത്? ഇടത്തേക്ക് തിരിഞ്ഞ് 6 മീറ്ററും. ഇടത്തേക്ക് തിരിഞ്ഞ് 6 മീറ്ററും. ഇനി എന്താ പറഞ്ഞത്? വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 13 മീറ്ററും. ഇവിടെ നിന്ന് വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 13 മീറ്ററും. ഇനി എന്താ പറഞ്ഞത്? വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 6 മീറ്ററും. ഇവിടെ നിന്ന് വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 6 മീറ്ററും സഞ്ചരിച്ചാൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര മീറ്റർ അകലെയാണ്? ഇത് 6, ഇത് 6. അപ്പോൾ ഇത് 13 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 13 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇത്ര ദൂരം എത്രയാണ്? 13 ആണ്. ഇത് മൊത്തത്തിൽ 18 ആണ്. മൊത്തം 18 ആണ്. ഇത് 13 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 18 ൽ നിന്ന് 13 കുറച്ചാൽ എത്രയാ? 5 ആയിരിക്കും ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ബി 5 മീറ്റർ. സിമ്പിൾ ചോദ്യമാണല്ലോ, നിങ്ങൾ ചെയ്യില്ലേ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം.
അടുത്ത ചോദ്യം, സ്കോഡ് എന്ന് പറഞ്ഞാൽ 5 3 6 7 8, ഗുരു എന്ന് പറഞ്ഞാൽ 4 6 2 6, ഗാർഡ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ചോദിച്ചേക്കണേ. ഇങ്ങനെ ചോദ്യം കിട്ടിയാൽ ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് എടുത്ത് എഴുതുക. സ്കോഡ് അതിൻ്റെ നേരെ താഴെ എഴുതുക 5 3 6 7 8. അതുപോലെ ഗുരു എന്ന് പറയുന്നത് 4 6 2 6. ഇങ്ങനെ എടുത്താൽ നമുക്ക് പെട്ടെന്ന് എടുത്തെഴുതാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കോഡിലും ഗുരുവിലുള്ള വാക്കുകൾ, അതായത് അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തേക്കണേ, ഗാർഡ് എന്ന് പറഞ്ഞ അക്ഷരം ഉണ്ടാക്കിയേക്കണേ. നോക്ക് അല്ലേ, സ്കോഡിലും ഗുരുവിലുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഗാർഡ് ഉപയോഗിച്ച്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുക എന്ത്, ഇതിൻ്റെ അതേ നമ്പേഴ്സ് എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗാർഡ് എന്തായിരിക്കും, GUARD അല്ലേ. ഗാർഡ് എന്തായിരിക്കും, G ഏതാ 4 അല്ലേ, 4 എഴുതി. ഇനി എന്താ യു എന്താ 6 ആണ്. എ എവിടെ ഏതാ 7. ഇനി നമുക്ക് 6 എന്താ ഇതാക്കുന്നത് 2, 6 2. ഡി എന്താ 8. 4 6 7 2 8, 4 6 7 2 8. ഏതോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ചോദ്യമായിരുന്നല്ലോ, നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ. പക്ഷെ നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിതുപോലത്തെ കുറേ പ്രോബ്ലംസ് ചെയ്ത് നമ്മൾ തറോ ആയാലേ നമുക്കിതൊക്കെ പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, ഒരു സാധനത്തിൻ്റെ വാങ്ങിയ വില 360 രൂപയും, വാങ്ങിയ വില എത്രയാണ് 360 രൂപയാണ്. അതിൻ്റെ പരസ്യ വില 440 രൂപയും ഡിസ്കൗണ്ട് 10% വിറ്റാൽ, അതായത് പരസ്യ വില 440 MRP 440 ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ 10% ഡിസ്കൗണ്ടിന് വിറ്റാൽ എന്നാണ് പറഞ്ഞത്. അല്ലാതെ നമ്മുടെ വാങ്ങിയ വിലയുടെ അല്ല കേട്ടോ. 10% ഡിസ്കൗണ്ടിന് വിറ്റാൽ ലാഭശതമാനം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യും, 440 10% ഡിസ്കൗണ്ടിന് വിറ്റാൽ എത്ര രൂപ കിട്ടും നോക്കും. അതായത് വിറ്റ വില എത്രയാണ് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുകയാണ്. വിറ്റ വില എത്രയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുകയാണ്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 440ൻ്റെ 10% കണ്ടിട്ട് 440 കുറച്ചാൽ പോരെ. 440ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാ, 44 അല്ലേ. 440ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാ, 44 അല്ലേ. 440ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 44, ഒരു 0 പോയാൽ മതി. ഓക്കെ, 44 ആണെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്കാണ് വിറ്റത്, 440 കുറയ്ക്കണം എന്ത്, 44. എത്രയാണ്, 396 രൂപയ്ക്കാണ് എന്ത് സാധനം വിറ്റിട്ടുള്ളത്. വിറ്റ വില 396 ആണെന്ന് കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്, നമ്മൾ വിറ്റ വില കാണാൻ എന്ത് ചെയ്തു, 440ൻ്റെ 10% കുറച്ചു. എത്രയാണ്, 440 440ൻ്റെ 10% കുറച്ചാൽ എത്രയാ, 440ൻ്റെ 10% എത്രയാ, ഒരു 0 പോയാൽ മതി, 44 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, വിറ്റ വില എത്രയായിരിക്കും, 440ൽ നിന്ന് 10%-മായ 44 കുറച്ചതായിരിക്കും 396 രൂപയ്ക്കാണ് അത് വിറ്റത്. മനസ്സിലായല്ലോ. എങ്കിൽ നോക്ക്, വാങ്ങിയ വില 360, വാങ്ങിയ വില 360 വിറ്റ വില 396. ലാഭശതമാനം കാണാൻ അറിയാലോ. ലാഭശതമാനം എന്താണ്, ലാഭം ഹരിക്കണം വാങ്ങിയ വില ഗുണിക്കണം ശതമാനത്തിലേക്കാക്കാൻ ഒരു 100. ലാഭം എത്രയാണ്, വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കണം അല്ലേ. വിറ്റ വില 396 കുറയ്ക്കണം വാങ്ങിയ വില 360 ഹരിക്കണം വാങ്ങിയ വില എത്രയാ, 360 ഗുണിക്കണം 100. ചെയ്താൽ എത്ര വരിക, 396 360 കുറച്ചാൽ 36 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 360 ഗുണിക്കണം 100. ഈ പൂജ്യവും വെട്ടിപ്പോയി, 36/36 അതും വെട്ടിപ്പോയി. ബാക്കി എത്രയുണ്ട്, 1 ഗുണിക്കണം 10, 10% ലാഭം. എത്രയാണ് ഉത്തരം, ഓപ്ഷൻ സി 10%. അടുത്ത ചോദ്യം നോക്കാം. 4/1/2% ദശാംശ രൂപം. 4/1/2% ദശാംശ രൂപം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 1/2 എന്ന് പറഞ്ഞാൽ 0.5, 1/4 എന്ന് പറഞ്ഞാൽ 0.25, 3/4 എന്ന് പറഞ്ഞാൽ 0.75.
ഈ 3 വിലകൾ എന്തായാലും നമ്മൾ ഓർത്തിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 4/1/2 എന്ന് പറഞ്ഞാൽ 4/1/2 എന്ന് പറഞ്ഞാൽ 4+1/2 ആണ് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4ഉം 0.5 അല്ലെങ്കിൽ 4ഉം മരയും കൂട്ടിയാൽ എത്ര കിട്ടുക? 4.5 അല്ലേ കിട്ടുക? 4.5% എത്രയാണെന്ന് കണ്ടാൽ പോരെ. 4.5% എന്ന് പറഞ്ഞാൽ എന്താണ്? ശതമാനത്തിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഹരിച്ചാൽ മതി. 100 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടുക? 4.5നെ 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഏതൊരു സംഖ്യയും 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതിയല്ലോ. 4.5നെ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ ഇവിടെയാണ് പോയിന്റ് കിടക്കുന്നത്, അത് മറക്കണ്ട. ഇവിടെയാണ് ഓൾറെഡി ഒരു പോയിന്റ് കിടക്കുന്നത്. അപ്പോൾ 2 സ്ഥാനം ആ പോയിന്റ് നിന്ന് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യും? 1 1 2 മാറ്റിയിട്ടാണ് പോയിന്റ് ഇടുന്നത്. 0.045 എന്ന് വരും. എങ്ങനെയാണ് എഴുതുന്നത്? ഏതൊരു സംഖ്യ, ഇതിപ്പോൾ 4.5 ആയതുകൊണ്ടാണ്. 45/100 ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാനെ? ഈ 45 എഴുതിയിട്ട് 2 സ്ഥാനം 1 2 മാറ്റിയിട്ട് ഇവിടെ പോയിന്റ് ഇട്ടേനെ. അതേപോലെ തന്നെയാണ് ആ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഇടണം. 4.5നെ 4.5 അല്ലേ, അതിനെന്ത് ചെയ്യണം? 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. 1 2 ഇവിടെ നിന്നാണ് അപ്പോൾ എണ്ണ തുടങ്ങേണ്ടത്. 1 2 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇടണം. അപ്പോൾ നമ്മളെന്തായി? 0.045 എന്ന് ആയി മാറി. ഏതാ ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇതിങ്ങനെ അല്ലാതെ എങ്ങനെ ചെയ്യാം? 4/1/2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നേരെ ഗുണിച്ചിട്ട് വിഷമ ഭിന്നാക്കും. 2 × 4 + 1 എത്രയാണ്? 2 × 4 8 + 1/2 9/2 എന്ന് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? 9/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 9/2നെ 100 കൊണ്ട് ഹരിച്ചാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ മാറും? 9/200 എന്നായിട്ട് മാറും. അത് ഹരിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? 0.045 എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ ആണല്ലോ. അങ്ങനെ പല രീതികളും നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ ഈ മെത്തേഡാണ് സുഖം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അതൊന്നും ശ്രദ്ധിക്കേണ്ട, നിങ്ങളിതിൽ ഒക്കേണ്ട കാര്യം ഒറ്റ കാര്യമാണ്. എന്ത്? ശതമാനം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇപ്പോൾ 10% എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? 10/100 ആണ് എന്ന് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം. അതാണ് ഈ ചോദ്യം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരു സംഖ്യ 15% വർദ്ധിച്ചപ്പോൾ 207 ആയി എങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദിച്ചത്. ഒരു സംഖ്യ 15% വർദ്ധിച്ചപ്പോൾ 207 ആയി. സംഖ്യ 100% എടുക്കുക. എല്ലാ കേസിലും സംഖ്യ 100% എടുക്കുക. അപ്പോൾ എന്താണ്? 15% വർദ്ധിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ എത്രയാവും? അത് 115% എന്ന് പറയുന്നതാണ് എന്ത്? 207 എന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100% സംഖ്യ എത്രയാണെന്നല്ലേ ചോദിച്ചത്? 100% എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇങ്ങനെയാക്കിയത് മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് ചെയ്യും അല്ലേ? എന്ത് ചെയ്യും? 207 ഗുണിക്കണം 100 ഹരിക്കണം 115 ഗുണിക്കണം സംഖ്യയാണ് വേണ്ടത്. അപ്പോൾ സംഖ്യയാണ് കാണേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യും? 115 വെട്ടാലോ? 5 കൊണ്ട് വെട്ടാം അല്ലേ? ഇതെത്രയാ? 23. 100ന് 5 കൊണ്ട് വെട്ടിയാൽ 20. ഓക്കെ ആണല്ലോ. 207/23 നമുക്കറിയാം. 23 × 10 230. 230 23 കുറച്ച് 207. അപ്പം എന്തായിരിക്കും? 9 ആണ് അല്ലേ? 23 കൊണ്ട് വെട്ടാം 9. 9 18 180 ആണെന്ത്? സംഖ്യ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആദ്യം എന്ത് ചെയ്തു? 15% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 115% 207. 100% എത്രയാണെന്ന് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 100% × 207, അതായത് 207 ഗുണിക്കണം 100 / 105 ചെയ്താൽ എന്ത് കിട്ടി? ഉത്തരമായ 100% എത്രയാ? 180 എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. 1നും 50നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6 ആയി വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇക്വേഷനോ ഷോർട്ട് കട്ടോ ഒന്നും അല്ല, നമ്മൾ സാധാരണമായി ചെയ്താൽ മതി. എങ്ങനെ ചെയ്യും? 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6 ആയി വരുന്നതല്ലേ? 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? അത് 6ന്റെ ഗുണിതമായിരിക്കില്ലേ? 6ന്റെ ഗുണിതം ഏതൊക്കെയാണ്? 6
എത്രയാ 12, 6 ഗുണിക്കണം 1 6, 6 ഗുണിക്കണം 2 12, 6 ഗുണിക്കണം 3 18, 6 ഗുണിക്കണം 4 24, 6 ഗുണിക്കണം 5 30. അടുത്തത് എത്രയാ 36. ഇനി എത്ര വരിക 42. ഇനി എത്ര വരിക 48. ഇനി വേണോ 50ൻ്റെ മേലെ പോവും. ഇനി എത്ര 54ആണ്. അത് വേണ്ടല്ലോ, അതെന്താ 50ൻ്റെ മേലെ പോവും. നമുക്ക് 1നും 50നും ഇടയിലുള്ളതാ വേണ്ടത്. ഇനി ഇതിൽ നോക്കിക്കോ 6 എന്താണ് 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണ്. അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് രണ്ടക്ക സംഖ്യകളുടെ കേസിലാണ് വേണ്ടത്. അപ്പോൾ 6 നമുക്ക് ഒഴിവാക്കാമല്ലോ. 6നെ നമ്മൾ ഒഴിവാക്കി. ഇനി രണ്ടക്ക സംഖ്യകളാണ് ബാക്കിയുള്ളതെല്ലാം. ഇനി ഇവിടെ എത്ര ഇതിൻ്റെ അക്കങ്ങളുടെ തുക 3, ഇതിൻ്റെത് എത്രയാ 9, ഇവിടെ എത്രയാ 6, അപ്പോൾ 1ആയി. ഇവിടെ എത്രയാ 3ആണ് അക്കങ്ങളുടെ തുക. 3 + 0 3 അല്ലേ. 3 + 6 എത്രയാ 9, 4 + 2 24 തിരിച്ചിട്ടാണ് 42. അപ്പോൾ അതും എന്തായാലും പെടുമല്ലോ. 4 + 2 6ആണ്. അപ്പോൾ അതും പെടും. 2 എണ്ണമായി. 8 4 12 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണാണുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി. എങ്ങനെ വേണമെന്നെങ്കിലും കണ്ടുപിടിക്കാമെന്നേ, സമയമുണ്ടല്ലോ കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, രോഹിത് സുമേഷിനെ പരിചയപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ഇത് എൻ്റെ മുത്തച്ഛൻ്റെ ഏക മകളുടെ മകനാണ് എങ്കിൽ സുമേഷ് രോഹിത്തിൻ്റെ ആരാണ്? എന്താ പറഞ്ഞേക്കണേ? രോഹിത് ആരെയാണ് പരിചയപ്പെടുത്തിയത്? സുമേഷിനെയാണ് പരിചയപ്പെടുത്തിയത് അല്ലേ? സുമേഷിനെയാണ് പരിചയപ്പെടുത്തിയത്. എങ്ങനെ പരിചയപ്പെടുത്തി? ഇത് എൻ്റെ മുത്തച്ഛൻ്റെ, ഇതെൻ്റെ മുത്തച്ഛൻ ഏക മകളുടെ, മുത്തച്ഛൻ്റെ മകള്, ഒറ്റ മകളുള്ള മകളുടെ മകനാണ്. അപ്പം എന്താണ്? ഈ മകളുടെ മകൻ തന്നെ ആയിരിക്കില്ല രോഹിത്തും. ഏക മകളല്ലേ, അപ്പോഴല്ലേ മുത്തച്ഛനാവുള്ളൂ. ഏക മകളാണ്. അപ്പം എന്താണ്? ഇവർ രണ്ടാരും ഇവരുടെ മക്കളാണ്. അപ്പം എന്തായിരിക്കും? സഹോദരനാണ് ഉത്തരമായിട്ട് വരുന്നത്. രോഹിത്തും സുമേഷും സഹോദരന്മാരാണ്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.